കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജിയടക്കം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ പാർലമെന്റ് നടപടികൾ ഇന്നും സ്തംഭിച്ചു. മല്ലികാർജ്ജുൻ ഖർഗെയെ രാജ്യസഭയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷം നാടകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. FCRA ഭേദഗതി ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും. പാർലമെന്റ് നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ AK-47 ഉപയോഗിച്ച് വെടിവെച്ചു. അമിത്ഷാ എവിടെ എന്ന് പ്രതിപക്ഷം ചോദിച്ചു. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കാൻ എഴുന്നേറ്റെങ്കിലും ചെയർമാൻ അനുമതി നൽകിയില്ല. हमने जो नोटिस दी उस नोटिस में क्या है, क्या नोटिस? वो बगैर नोटिस मेरी ये है, allegations relating to What notice? Under which rule? land acquisition 267 में No, 267. Please, no 267. transaction. സഭാ നടപടികളിൽ പങ്കെടുക്കുന്ന എംപിമാരെ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം എന്ന് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ വിമർശിച്ചു. പ്രതിപക്ഷത്തിലെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ പ്രതിഷേധം കനത്തോടെ ഇരു സഭകളും നടപടികൾ പൂർത്തിയാക്കി പിരിഞ്ഞു. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ സംഭാവന പെട്ടിയുമായി പ്രതിപക്ഷം വ്യത്യസ്ത പ്രതിഷേധം പാർലമെന്റ് കവാടത്തിൽ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് വെടിവെപ്പ് നടത്തിയിട്ടില്ല എന്ന കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ KC വേണുഗോപാൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. റിപ്പോർട്ടർ, ദില്ലി.